അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ ഒരു പ്രസ്താവന, ജുമുഅ ഖുതുബയ്ക്ക് മുമ്പ് ഒരു തറപ്രസംഗം അത് ശരിയല്ലെന്നും ജുമുഅ ഖുതുബ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് പാടില്ലെന്നും തൻ്റെ അനുഭവത്തോടു കൂടി മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പ്രസ്താവന നടത്തി. അതാണിപ്പോൾ നമ്മുടെ മൻസൂർ മണ്ണാർക്കാടിന് വീണ് കിട്ടിയ നിധി പോലെ ആഹ്ലാദിച്ച് അർമാദിക്കുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യവും ഇസ്ലാമികവും ഒക്കെ മനസ്സിലാക്കണ്ടേ? എങ്ങനെ മനസ്സിലാക്കാനാണ്? അദ്ദേഹത്തിന് ആ മനസ്സിലാക്കാനുള്ള കഴിവോ താമസമോ ഒന്നും തലമണ്ടയിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അത് പല വീഡിയോയിൽ നിന്നും അദ്ദേഹം തെളിയിച്ച കാര്യമാണ്. ഏതായാലും നമുക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയൊരു പ്രസ്താവനയും അതിന് മൻസൂർ മണ്ണാർക്കാട് കൊടുത്ത ഒരു മറുപടിയും പൊട്ടൻ മറുപടിയും നമുക്കൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് മടങ്ങി വരാം. എന്തുണ്ടെന്ന് അറിയാം, ജുമാന്റെ മുമ്പുള്ള പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ആവശ്യമില്ല. ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിന് കാരണം പറയണത് എന്താ? കുറെ മുജാഹിദിന്റെ പള്ളിക്ക് പോകുന്ന ഒറ്റ സുന്നി മുജാഹിദിന്റെ പള്ളിക്ക് പോകില്ല. നമ്മളിവിടെ അറബിയിലെ ഖുതുബോദിയാണ്. അങ്ങനെ പോണോ? സുന്നിയല്ലേ? അപ്പൊ കുറെ ആളുകൾ നമ്മളാ ഖുതുബൻ ആദ്യം ഖുതുബന്റെ മുമ്പായിട്ടൊരു പ്രസംഗം ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയട്ടെ, നമ്മളെ പിന്നെ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിലുള്ള പള്ളിയാണ് നമ്മളെ അങ്ങാടി. പിന്നെ കോഴിക്കോട് ടൗണിൽ ഒരു പള്ളിയുണ്ട്. ഞാനും നാളെ നമ്മളെ മുസ്തഫ അടക്കമുള്ള കുറെ ആളുകൾ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഞാനന്ന് ഷെയ്ഖിന്റെ പള്ളിക്ക് പോയി കേൾക്കും. ഷെയ്ഖിന്റെ പള്ളിയിൽ അവിടെ ഖുതുബ ഓതുന്നത് നമ്മളൊരു ശിഷ്യനുമാണ്, പിന്നെ ഒഫാർദാരിയാണ്. മൂപ്പരോട് ഞാൻ പറഞ്ഞു, അത് ചെറിയ നിലക്ക് ഉണ്ടാക്കണം, ഒരു ഖുതുബ ഒന്ന് ചുരുക്കി ഓതണം, എനിക്ക് ട്രെയിനിന് പോകാനുള്ളതാണെന്നാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഖുതുബ ഓതുന്ന വിഷയം സംബന്ധിച്ചാണ്. അപ്പോൾ തറയിലെ ഖുതുബ അത് പാടില്ല, അത് അനാവശ്യമാണ് എന്നുള്ളതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ തറയിൽ ഖുതുബ ഓതിയിട്ടില്ലെങ്കിൽ മുജാഹിദിൻ്റെ പള്ളിക്ക് പോകുന്നുള്ള ഒരു പരാതി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് വിശദീകരിക്കാം. ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് മൂപ്പരുടെ ശിഷ്യൻ കൂടിയായ ഒരു ദാരിമി മൂപ്പരാണ് അവിടെ ഖുതുബ ഓതുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ യാത്ര ഉണ്ട്, ഞാൻ യാത്രൻ്റെ അടിയിൽ കയറിയതാണ്, അപ്പോൾ ഖുതുബ ഒന്ന് ചെറുതാക്കണം എന്ന് പറഞ്ഞ്. മൂപ്പരാരാ? അവിടെ നൂറുകണക്കിന് ആളുകൾ, ആ മഹല്ല് നിവാസികൾ, മഹല്ലിലുള്ളവരല്ലാത്തവരായിട്ടുള്ള ആളുകൾ, കോഴിക്കോട് ടൗൺ അല്ലേ, അങ്ങനെയുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് ഖുതുബ നിർവഹിക്കുമ്പോൾ എവിടുന്നോ വന്ന ഒരാള് തലയിൽ കെട്ടുണ്ട്, താടി ഉണ്ടാന്ന് വെളുത്തുക്കണു എന്നുള്ളതല്ലാതെ എന്ത് ക്വാളിറ്റിയാണുള്ളത്? നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതിൽ വളരെ വ്യക്തമാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. ഇത് മൻസൂർ മണ്ണാർക്കാടിന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ വഴിയില്ല. മറ്റ് ശ്രോതാക്കൾക്ക് നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ് തങ്ങൾ പറഞ്ഞു വെച്ചത്. തറപ്രസംഗം ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടിലോ ഹിജ്റ 1300 പിന്നിടുന്നതുവരെയോ നടക്കാത്ത ഒന്നാണ് തറപ്രസംഗം. ഈ വസ്തുത നിലനിർത്തിക്കൊണ്ടാണ് ഷാഫിഈ മദ്ഹബിലെ പല പണ്ഡിതന്മാരും ഖുതുബ അറബിയിൽ തന്നെയാകണം എന്നതിന് തെളിവ് പിടിച്ചത്. കിതാബുകളിൽ കാണാം, ലിമാ ജറാ അലൈഹിൻ നാസ്, ജനങ്ങൾ ആചരിച്ചു പോന്ന കാര്യത്തിനു വേണ്ടി. ആരാണ് അന്നാസ്? അന്നാസ് കൊണ്ട് വിവക്ഷ സലഫ് ഖലഫുകളാണ്. ചില കിതാബുകളിൽ കാണാം ഇത്തിബാഅൻ ലിസ്സലഫി വൽ ഖലഫ്, സലഫ് ഖലഫിനോട് പിൻപറ്റിയതിനു വേണ്ടി. സലഫ് എന്ന് പറഞ്ഞാൽ സഹാബത്താണ്, ഖലഫ് എന്ന് പറഞ്ഞാൽ താബിഉകളാണ്. താബിഉകൾ എന്ന് പറഞ്ഞാൽ സഹാബത്തിനെ കണ്ടവരും സഹാബത്തിനെ കണ്ടവരെ കണ്ടവരും. ഇതാണ് ഹാഷിയത്തു തഹരീറിന്റെ 1-ാം വാല്യം 267-ാം പേജിൽ ഇമാം ഷർഖാവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ആ വിഷയം അടിസ്ഥാനപരമായിട്ടാണ് സമർത്ഥിച്ചിട്ടുള്ളത്. പിന്നെ ഖുതുബ തൻ്റെ ശിഷ്യനോട് വലിച്ചു നീട്ടണ്ട എന്ന് പറഞ്ഞത്
അത് ശിഷ്യനോടും മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോടെല്ലാം പറയുന്ന കാര്യമാണ്. ഖുതുബ വലിച്ചു നീട്ടാനേ പാടില്ല. വളരെ രത്നച്ചുരുക്കത്തോടു കൂടി വേണം ഖുതുബ നടത്താൻ. ഇത് തങ്ങളുടെ ശിഷ്യരോടെന്നല്ല, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരോടും ഓർമ്മപ്പെടുത്തുന്ന, പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ് ഈ വസ്തുത. പിന്നെ നബാത്തത്തുൽ മിസ്രി തങ്ങളുടെ ഖുതുബ ഞങ്ങൾ തബറുക്ക് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. മഹാനായ ഇബ്നു നബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു വിന്റെ ഖുതുബ, ആ ഖുതുബ ഞങ്ങൾ നടത്തുന്നത് ഒരു തബറുക്കിന്റെ അടിസ്ഥാനത്തിലാണ്. കാര്യം നബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു അത്രയും വലിയ മഹാനാണ്. ആ ഖുതുബ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ ഖുതുബ നടത്തിയതിൻ്റെ പശ്ചാത്തലം മൻസൂർ മണ്ണാർക്കാടൊന്ന് പോയി ശരിക്കും വായിച്ചു പഠിച്ചാൽ എന്താണ് എന്ന് മനസ്സിലാവും. പിന്നെ മൻസൂർ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു ആരോപണം, ഈ നബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു വർഷക്കാലം നടത്തിയ ഖുതുബ തൻ്റെ സഹോദരൻ ക്രോഡീകരിച്ചതാണ്, അത് തന്നെയാണല്ലോ ആവർത്തിക്കുന്നത് എന്ന മണ്ടത്തരവും പൊട്ടത്തരവുമാണ് വിളിച്ചു വിളമ്പുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആവർത്തിക്കുന്നതാണോ താങ്കൾക്ക് പ്രശ്നം? എന്നാൽ താങ്കൾ 5 വഖത്ത് നിസ്കാരത്തിലും നിർവഹിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയല്ലേ? ഇത് ഒരു മാറ്റം തങ്ങൾ നടത്തിയിട്ടുണ്ടോ? അപ്പോൾ ആവർത്തിക്കുന്നത് എന്നതിൽ പ്രശ്നമേ അല്ല. ആവർത്തിക്കുന്നത് പ്രശ്നമല്ല, അതിൽ വല്ല കഴമ്പുമുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മൻസൂർ മണ്ണാർക്കാട് ശരിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് അവസാനമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പിന്നെ ജിഫ്രി തങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, ജിഫ്രി തങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്. എന്നാൽ ഞാൻ താങ്കൾ പറയുന്നത് ഞാനടക്കം ഒരൊറ്റയാക്കും തിരിയാത്തതാണ്, പൊട്ടത്തരമാണ് എന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് ഞാൻ ഒന്ന് തെളിയിച്ചു തരാം. ഏതായാലും നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ, അത് വന്നു കഴിഞ്ഞാൽ അത് ശിർക്കായി പോയി, അത് മരത്തിനോട് പോലും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്താണ് പറഞ്ഞത്? ഇബാദത്തിന് നിർവചനം പറഞ്ഞത് അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ എന്ന്. എവിടുന്നാ മൻസൂർ മണ്ണാർക്കാടെ കുറ്റിയും പറിച്ചു വന്നേക്കുന്നത്? പറയുന്നതെങ്കിലും ഒന്ന് ശരിക്ക് ആദ്യം ഒന്ന് ഏതെങ്കിലും മൗലവിമാരും പൊട്ടന്മാരാണ്, അത് വേറെ വിഷയം, അവരോടെങ്കിലും ചോദിക്കണ്ടേ ഒന്ന് ഇത് എന്താണ്, അല്ലെങ്കിൽ നെറ്റിലടിച്ച് നോക്കണ്ടേ. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, ഇതൊന്ന് പഠിക്കണ്ടേ, വായിച്ച് മനസ്സിലാക്കണ്ടേ, എന്നിട്ട് വേണ്ടേ ജിഫ്രി തങ്ങളുടെ ക്വാളിറ്റി ഇളക്കാൻ. താങ്കളുടെ മൂഡ് കിടക്കുന്നത് ചേറിലാണ്, മറ്റുള്ളവരുടെ മൂഡ് എവിടാണ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന സ്വഭാവം നിർത്തിയൊന്ന് നന്നാകാൻ നോക്കൂ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.